ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. തങ്ങൾ വഫാത്തായപ്പോൾ ഒരു ഹൈന്ദവ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാർത്താ ചാനലിൽ പറയുന്ന ഒരു വാക്കുണ്ട്. ഞാനിവിടെ ഇടയ്ക്ക് വെള്ളിയാഴ്ച കടന്നു വരാറുണ്ട്. എനിക്കൊരുപാട് പൈസയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുടെ ട്രീറ്റ്മെൻറ്റും ചികിത്സയും ഒക്കെയാണ് എന്ന്. പിന്നെ മരിക്കുന്ന സമയത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല, വല്ലാത്ത വേദനയാണ് എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ വല്ലാതെ പൊട്ടിക്കരയുന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വാർത്തകളിലൊക്കെ വല്ലാത്ത രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇവിടെ മതസൗഹാർദ്ദത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന്. ജാതി മത ഭേദമന്യേ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നു. അത് ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങൾ പാപ്പ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവരുടെ അനുജനായ ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങൾ, ഇവരെല്ലാവരും ചെയ്തിരുന്നു. ഇപ്പോൾ ആ കുടുംബം മുഴുവനും പാവപ്പെട്ടവരെയും പ്രയാസത്തിൽ അകപ്പെട്ടവരെയും മുന്നും പിന്നും നോക്കാതെ സഹായത്തിൽ ഇപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ്. മതം ഐക്യം എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നെല്ലാം വളരെ വ്യക്തമായി തങ്ങൾക്ക് അറിയാമായിരുന്നു. ഒരാളെ മനസ്സ് പെടഞ്ഞു പോയാൽ അത് എങ്ങനെയാണ് അയാളെ സ്വാന്തനിപ്പിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. ഒരിക്കൽ എനിക്ക് തങ്ങളോട് സംസാരിക്കാനും അതുപോലെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ സമയം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതൊരു എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. ആ കൈ പിടിച്ചിങ്ങനെ നടക്കാൻ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു. തങ്ങൾ ഫ്രണ്ടിലാണ് നടന്നിരുന്നത്. അപ്പോൾ തങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ കൈയും തങ്ങളുടെ കൈയും ചേർത്ത് പിടിച്ച് ഒരു സുഹൃത്തുക്കളെപ്പോലെ, കുറേ നാളുകൾക്ക് കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കളെപ്പോലെ ഞങ്ങളങ്ങനെ സംസാരിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് തങ്ങളങ്ങോട്ട് കയറിപ്പോയപ്പോഴാണ് അവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾ എൻ്റെ വട്ടം ചൂടി വട്ടം കുത്തി നിന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ തങ്ങളെ അറിയൂ, പരിചയമുണ്ട്? ഞാനിപ്പോഴാണ് പരിചയപ്പെട്ടത്, തങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ പാവപ്പെട്ട കുട്ടികൾ എന്നെ ചേർത്ത് പിടിച്ചു. അതുപോലെ അവിടെയുള്ള ആളുകളും എന്നെ ഒരുപാട് സംസാരിച്ചു. ഇതാണ് കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദന്മാർ. അവരുടെ ഒരു സ്നേഹവും വാത്സല്യവും എത്രയാണ്! ഇന്നും അവിടെ വരുന്നവർക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ കുടുംബം, സയ്യിദ് കുടുംബം ഒരിക്കലും ആളുകളെ മടക്കി വിടാറില്ല. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഒരു സംഭവം ഞാൻ നിങ്ങളോട് വിവരിക്കാം. ഒരു കേസിലകപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ പ്രശ്നവുമായി വന്നതല്ല, എനിക്ക് നേരിട്ട് എന്നോട് പറഞ്ഞൊരു അനുഭവമാണ്. അദ്ദേഹം മറ്റൊരാളുടെ പ്രശ്നവുമായി ഹൈദർ അലി തങ്ങളെ കാണാൻ വന്നപ്പോൾ ഇയാൾ വല്ലാതെ കടന്ന് പരിങ്ങുന്നത് കണ്ടപ്പോൾ തങ്ങൾ അയാളെ മാടി വിളിച്ച് ചോദിച്ചു, എന്താ നിൻ്റെ പ്രശ്നമെന്ന്. ഇപ്പോൾ വേറൊരാളുടെ പ്രശ്നത്തിന് വേണ്ടി അദ്ദേഹം കടന്നു വന്നതാണ്. ഇയാളുടെ പ്രശ്നം തങ്ങൾ തിരക്കി. അപ്പോൾ ഞാനൊരു കേസിലകപ്പെട്ട് പ്രശ്നത്തിലായി കിടക്കുകയാണ്, ഫാമിലി അങ്ങനെയൊക്കെ ഭാര്യയായിട്ടൊക്കെയുള്ള ഒരു കേസിൻ്റെ പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇന്ന സുഹൃത്ത് പാരായണം ചെയ്ത് നീ വെക്കോ, എല്ലാം ശരിയാവുമെന്ന്. പിന്നീട് അയാൾ എന്നോട് പറഞ്ഞു, ആ കേസ് എൻ്റെ വഴിക്ക് ഇങ്ങോട്ട് കടന്നു വന്നു. അതാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. എങ്ങനെയാണ് ഇവിടെ മതൈക്യം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് സമാധാനം നൽകേണ്ടത്, എങ്ങനെയാണ് സ്നേഹം നൽകേണ്ടത്, എങ്ങനെയാണ് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്, വളരെ വ്യക്തമായി, വളരെ സൂക്ഷ്മതയോടുകൂടി അത് നല്ല രീതിയിൽ നമ്മളിലേക്ക് പകർന്നു തന്നത് ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് പാവപ്പെട്ട തങ്ങൾ. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർക്ക് സ്നേഹം മാത്രമേ ഇപ്പോഴും നിഷ്കളങ്കമായി ചിരിക്കുമായിരുന്നു തങ്ങൾ. എന്നെ അന്നാ കണ്ടപ്പോൾ നല്ലൊരു പുഞ്ചിരിയോടുകൂടി, ഞാൻ എന്തോ പ്രയാസത്തിൽ അകപ്പെട്ടു പോയതാണ്, അങ്ങനെയാണ് തങ്ങന്മാരൊക്കെ കാണാൻ പോവുക. അങ്ങനെ ബഹുമാനപ്പെട്ടവരെന്നോട് ഒരു ചിരി ചിരിച്ചത് അതിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും അവിടെ ഇറങ്ങിപ്പോയി. അങ്ങനെ തങ്ങളോട് സംസാരിച്ച് ദുഃഖങ്ങളും എല്ലാം മറന്നു ഞാൻ. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എനിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യണം.